നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം നളചരിതം. ആയുധം തേടി തപസ്സു ചെയ്യാൻ പോയ അർജുനന്റെ വിവരമൊന്നും അറിയാതെ ആകാംക്ഷരായി യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഒരു ദിവസം മഹാകീർത്തിമാനായ ബൃഹദശ്യ മഹർഷി പാണ്ഡവന്മാരുടെ സങ്കേതത്തിൽ വന്നു. മുനിശ്രേഷ്ഠനെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചിട്ട് അദ്ദേഹത്തോട് തൻ്റെ ദുരവസ്ഥയെപ്പറ്റി യുധിഷ്ഠിരൻ വിലപിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്നെപ്പോലെ നിർഭാഗ്യവാനായ രാജാവ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ളതായി അങ്ങ് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? മഹർഷി, യുധിഷ്ഠിര, നിന്നെപ്പോലെ നിർഭാഗ്യവാന്മാരായി ആരും ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നത് ശരിയല്ല. നിന്നേക്കാൾ ഭാഗ്യഹീനനായ ഒരു രാജാവിനെ പറ്റി ഞാൻ പറയാം. അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിൻ്റെ എത്രയോ ചെറിയൊരംശം മാത്രമാണ് നീ അനുഭവിക്കുന്നത്. തങ്ങളെക്കാൾ ദുഃഖം അനുഭവിച്ച രാജാവിൻ്റെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായി. മഹർഷി കഥ പറയാൻ തുടങ്ങി. നിഷധ രാജാവായ വീരസേനന് നളൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തനായി തീർന്ന അവൻ അച്ഛൻ്റെ മരണശേഷം നിഷധ രാജ്യത്തിലെ രാജാവായി തീർന്നു. പരമസുന്ദരനും അശ്വഗോപിതനുമായിരുന്ന അദ്ദേഹം അനേകം രാജാക്കന്മാരെ കീഴടക്കി അവരിൽ നിന്ന് കപ്പം വാങ്ങുകയും പ്രജാക്ഷേമൈക തൽപരൻ എന്ന കീർത്തി സമ്പാദിക്കുകയും ചെയ്തു. ഇനി ഹംസദൂത്. അക്കാലത്ത് എല്ലാ രംഗത്തും വിശ്രുതനും വീരപരാക്രമനുമായ ഭീമരാജാവായിരുന്നു വിദർഭ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ദമൻ, ദാന്തൻ, ദമനൻ എന്ന 3 പുത്രന്മാരും ദമയന്തി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. പുത്രന്മാർ സൽഗുണസമ്പന്നരും വീരയോദ്ധാക്കളും ആയിരുന്നു. ദമയന്തി സുന്ദരിയും സുശീലയുമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൻ്റെ കീർത്തി ധവളിമ പാരിലാകെ പരന്നു. ദേവന്മാർ പോലും അവളുടെ അനിർവചനീയമായ മേനിയഴകിൽ ആകൃഷ്ടരായിരുന്നു. നളൻ ദമയന്തിയെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ മുതൽ അവളിൽ അനുരക്തനായി. അതുപോലെ തന്നെ നളനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമകളെപ്പറ്റിയും തോഴിമാരിൽ കൂടിയും മറ്റും അറിയാനിടയായ ദമയന്തി അദ്ദേഹത്തെ തൻ്റെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം നളൻ കൊട്ടാരത്തിലുള്ള ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം അരയന്നങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പതുങ്ങി ശബ്ദമുണ്ടാക്കാതെ മെല്ലെ നടന്നു ചെന്ന് അതിൽ ഒരെണ്ണത്തിനെ പിടികൂടി. അപ്പോൾ അത് മനുഷ്യസ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, എന്നെ ഉപദ്രവിക്കാതെ സ്വതന്ത്രമായി വിട്ടാൽ ഞാൻ അങ്ങേക്ക് പ്രിയമായൊരു കാര്യം ചെയ്യാം. അങ്ങ് ദമയന്തിയിൽ അനുരക്തനാണല്ലോ. ഞാൻ അവളുടെ അടുക്കൽ പോയി അങ്ങയെപ്പറ്റി സ്തുതിച്ചു പറയുകയും അങ്ങയുടെ മനോഗതം അവളെ അറിയിക്കുകയും ചെയ്യാം. നളൻ ഹംസത്തിനെ വിട്ടു. ഹംസങ്ങൾ വിദർഭയിലേക്ക് പറന്നു. ദമയന്തിയുടെ അന്തപുരത്തിന് സമീപമുള്ള ഉദ്യാനത്തിലെത്തി. അപ്പോൾ ദമയന്തി സഖിമാരോടുകൂടി ഉദ്യാനത്തിൽ ലീലകളാടി രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പക്ഷികളെ കണ്ടപ്പോൾ അവൾക്ക് അവയിൽ കൗതുകം ജനിച്ചു. നളന്റെ ദൗത്യവുമായി പോയിരുന്ന ഹംസം അവളുടെ അടുത്തെത്തി. ദമയന്തി അതിനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിടികൊടുക്കാതെ അത് അവളെ സഖിമാരിൽ നിന്നും കുറച്ചു ദൂരം അകറ്റിക്കൊണ്ടുപോയി. അവൾ ഒറ്റയ്ക്കായപ്പോൾ അരയന്നം പറഞ്ഞു, ഭവതി നരോത്തമനായ നളനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മന്മഥ സദൃശനാണ്. ഇത്രമാത്രം രൂപഗുണവും സ്വഭാവഗുണവുമുള്ള ഒരാൾ മനുഷ്യരിലും ദേവന്മാരിലും കാണുകയില്ല. അവൻ ഭൗതിക്ക് അനുരൂപനായ കാന്തനായിരിക്കും. ഭവതി അവന് ഏറ്റവും യോജിച്ച ഭാമിനിയായിരിക്കും. നേരത്തെ തന്നെ നളനെ നനച്ചുകൊണ്ടിരുന്ന ദമയന്തിയുടെ അനുരാഗാഗ്നിയിലേക്ക് ഹംസം ചൊരിഞ്ഞ മധുരവാക്കുകൾ നെയ്യ് ചൊരിയുന്നതുപോലെ ആക്കിത്തീർന്നു. അവളുടെ ശരീരം കോരിത്തരിച്ചു. അവളുടെ ഹൃദയം ആനന്ദത്തിൻ്റെ ഊഞ്ഞാലിൽ ആടി. അവൾ ഹംസത്തിനോട് പറഞ്ഞു, നിന്റെ അഭിപ്രായം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. നീ പോയി നളനെ കണ്ട് എൻ്റെ ഇംഗിതം അറിയിച്ച് എന്നെ വേൽക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ച് അരയന്നം നേരെ നളൻ്റെ അടുക്കലെത്തി. എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ചു. നളൻ ഹർഷോന്മാദത്താൽ പുളകിതഗാത്രനായി. ഹംസം പോയതിനു ശേഷം ദമയന്തിയുടെ ചിന്ത മുഴുവൻ നളനെ പറ്റിയായി. അവൾക്ക് ഊടിലും ഉറക്കത്തിലും അവസ്ഥ കുറഞ്ഞു. ഹൃദയം അസ്വസ്ഥമായി. ഒന്നിലും ശ്രദ്ധയില്ലാതായി. അകാരണമായി സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം തോഴിമാരിൽ നിന്നും അറിയാനിടയായ അച്ഛൻ മകളുടെ ദുഃഖകാരണത്തെപ്പറ്റി ആലോചിച്ചു. യൗവനയുക്തയായ അവളുടെ സ്വയംവരം ഉടൻ തന്നെ നടത്തുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. സ്വയംവരം നിശ്ചയിച്ച് എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തുകൾ അയച്ചു. പ്രശസ്തനായ ഭീമരാജാവിൻ്റെ പ്രസിദ്ധയായ പുത്രി ഭൈമിയുടെ സ്വയംവര വാർത്ത കേട്ട മാത്രയിൽ തന്നെ അവളെ സ്വന്തമാക്കണമെന്നുള്ള ആവേശത്തോടെ നാനാ രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ അവരവർക്ക് യോജിച്ച വിധത്തിലുള്ള അകമ്പടിയോടുകൂടി നേരത്തെ വിദർഭയിലെത്തി.
ഭീമരാജാവ് അവരെയെല്ലാം യഥോചിതം സ്വീകരിച്ച് ഓരോ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. ഈ അവസരത്തിൽ നാരദ മഹർഷി ദേവേന്ദ്രനെ സന്ദർശിക്കുകയുണ്ടായി. ലോകത്തിലെ വിശേഷങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ദമയന്തിയെപ്പറ്റിയും അവളുടെ സ്വയംവരം നടക്കാൻ പോകുന്നതിനെപ്പറ്റിയും മറ്റും സവിസ്തരം ഇന്ദ്രനോട് പറഞ്ഞു. തത്സമയം യമനും വരുണനും അഗ്നിയും ഇന്ദ്രസദസ്സിലുണ്ടായിരുന്നു. നാരദന്റെ വിവരങ്ങളെല്ലാം അവരും കേട്ടു. സുരസുന്ദരിമാരെ തോൽപ്പിക്കുന്ന ദമയന്തിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് ലോകപാലന്മാരായ ദേവന്മാർ ഓരോരുത്തരും മോഹിച്ചു. അവർ ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിന് തീരുമാനിച്ച് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ദമയന്തി തന്നിൽ അനുരക്തയാണെന്ന് അംസമുഖേന അറിഞ്ഞിരുന്ന നളന് സ്വയംവരത്തിൽ അവൾ തന്നെ വരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റ് രാജാക്കന്മാർക്കുണ്ടായിരുന്ന ഉത്കണ്ഠയോ പരിഭ്രമമോ ഒന്നും നളനുണ്ടായിരുന്നില്ല. അദ്ദേഹം സന്തോഷത്തോടെ സമാധാനചിത്തനായി വിദർഭയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് നളൻ ദേവന്മാരെ കണ്ടുമുട്ടി. അവർ നളനോട് പറഞ്ഞു, അല്ലയോ ദുഷത മഹാരാജാവേ, അങ്ങ് ഞങ്ങളുടെ ദൂതനായി ഞങ്ങളെ സഹായിക്കണം. ഇനി നളന്റെ ദൂത് എന്തു തന്നെ ആയാലും ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് അപാകതയൊന്നുമില്ലെന്ന് തോന്നിയ നളൻ അപ്രകാരം ആവാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ എന്ത് ദൗത്യമാണ് വഹിക്കേണ്ടത്? ഇന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ ദേവന്മാരാണ്. ഞാൻ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നിവരാണ് മറ്റു 3 പേർ. ഞങ്ങൾ ദമയന്തിയുടെ സ്വയംവരത്തിന് വന്നതാണ്. ഞങ്ങൾ സ്വയംവരത്തിന് വന്നിട്ടുണ്ടെന്നും ഭഗവാൻ ദമയന്തിയെ അറിയിക്കണം. നളൻ, ഞാനും അതേ കാര്യത്തിന് തന്നെ പോവുകയാണ്. ആ നിലയ്ക്ക് നിങ്ങൾ ഒരാളെ വരിക്കണമെന്ന് എങ്ങനെയാണ് ഞാൻ ദമയന്തിയോട് പറയുന്നത്? ഇന്ദ്രൻ, നിങ്ങൾ ദൗത്യം വഹിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്കു തന്നതാണ്. വാക്കു പാലിക്കണം. നളൻ വൈതരണിയിലായി. വാക്കു പാലിക്കേണ്ടത് ആവശ്യമാണ്. ഒഴിയാൻ നോർത്തിയില്ല. നളൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എല്ലാ ഭാഗത്തും കാവൽക്കാർ നിൽക്കുന്നതായ അന്തപുരത്തിൽ ഞാൻ എങ്ങനെ കടന്നുകൂടും? ഇന്ദ്രൻ, അത് പ്രശ്നമല്ല. കാവൽക്കാർ ഭവാനെ കാണുകയില്ല. നിങ്ങൾക്ക് നിഷ്പ്രയാസം അകത്ത് കടക്കാവുന്നതേ ഉള്ളൂ. നളൻ മനസ്സില്ലാ മനസ്സോടെ ദമയന്തിയുടെ അന്തപുരത്തിലേക്ക് നടന്നു. നളനെ കാവൽക്കാർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ ദമയന്തിയുടെ സമീപത്തെത്തി. മനസ്സിൽ മാത്രം താൻ താലോലിച്ചിരുന്ന തൻ്റെ മാനസറാണിയെ നേരിൽ കണ്ടപ്പോൾ നളന്റെ ഹൃദയസ്പന്ദനത്തിന്റെ വേഗത കൂടി. ഇത്രത്തോളം ലാവണ്യവതിയാണ് തൻ്റെ ആരാധ്യ ദേവതയെന്നറിഞ്ഞപ്പോൾ അവളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു. എന്നാൽ ദേവന്മാരോട് ചെയ്ത പ്രതിജ്ഞ അദ്ദേഹത്തെ കർത്തവ്യോന്മുഖനാക്കി. അദ്ദേഹം തൻ്റെ മനസ്സ് നിയന്ത്രിച്ചു. നളനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന നളനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നൽ ദമയന്തിക്ക് ഉണ്ടായി. അവൾ പരിഭ്രമിച്ച് എഴുന്നേറ്റു. നളന്റെ രൂപത്തിലും കാന്തിയിലും ആകൃഷ്ടയായി അല്പനേരം അവൾ എന്തു ചെയ്യേണ്ടു, എന്തു പറയേണ്ടു എന്നറിയാതെ നിന്നുപോയി. പിന്നീട് പരിസരബോധമുണ്ടായപ്പോൾ ചോദിച്ചു, ഭവാൻ ആരാണ്? കാന്തിമാനായ അങ്ങ് ദേവനോ ഗന്ധർവനോ യക്ഷനോ? ആരാണ് എന്ന് പറയുക. ചുറ്റും കാവൽക്കാർ നിൽക്കുന്ന ഈ അന്തപുരത്തിൽ നിർഭയനായി കടന്നു വരാൻ കഴിഞ്ഞ വീരനായ ഭവാൻ ആരെന്ന് പറഞ്ഞാലും. നളൻ, സൗന്ദര്യരത്നമേ, ഞാൻ നളനാണ്. അഗ്നി, വരുണൻ, യമൻ, ഇന്ദ്രൻ എന്നീ ലോകപാലകന്മാരായ ദേവന്മാരുടെ ദൂതനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ ഭൗതിയെ കാക്ഷിക്കുന്നു. നാളത്തെ സ്വയംവരത്തിൽ ഭൗതി അവരിൽ ഒരാളെ ഭരിക്കണമെന്ന് പറയുവാൻ എന്നെ അവർ ദൂതനാക്കി അയച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. ദമയന്തി ദേവന്മാരെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. വിശ്വവശ്യമായ നളനെ നോക്കി പുഞ്ചിരി തൂകി. അവളിൽ പരിഭ്രമത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. അവൾ പറഞ്ഞു, അരയന്നം അങ്ങയെപ്പറ്റി എന്നോട് പറഞ്ഞ ദിവസം മുതൽ ഞാൻ അങ്ങയെ എൻ്റെ മനസ്സിൽ ഭർത്താവായി ഭരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അത് മാറ്റാൻ സാധ്യമല്ല. എൻ്റെ ആഗ്രഹം സഫലമായില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. നളൻ, ദേവന്മാർ നിന്റെ കരം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് തട്ടിക്കളഞ്ഞിട്ട് കേവലം ഒരു മനുഷ്യനായ എന്നെ എന്തുകൊണ്ടാണ് നീ കാക്ഷിക്കുന്നത്? ലോകപാലകനായ ഒരു ദേവന്റെ പത്നിയാകുന്ന ഭാഗ്യം കൈവരിച്ച് നിന്റെ ജീവിതം ധന്യമാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിന്നെ ഉപദേശിക്കുന്നു. ദമയന്തിക്ക് നളന്റെ വാക്കുകൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിതുമ്പി കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, പ്രഭു, ഞാൻ അങ്ങയെ വരിക്കുന്നു. ഇത് സത്യമാണ്. നളൻ, അല്ലയോ മോഹനാങ്കി, ഞാൻ ദേവന്മാരുടെ ദൂതനായിട്ടാണ് നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആ നിലയ്ക്ക് അവർക്ക് വേണ്ടി ഞാൻ ഏറ്റ കാര്യം എൻ്റെ സ്വന്തം കാര്യമാക്കി മാറ്റുന്നത് ധർമ്മമാണോ? ദമയന്തി ഗൽഗത്തോടെ പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, അങ്ങ് ദേവന്മാരോടൊപ്പം സ്വയംവരത്തിന് വരിക. ഞാൻ അവരുടെ സാന്നിധ്യത്തിൽ ഭവാനെ ഭരിക്കാം. അങ്ങനെ ചെയ്താൽ അതിൽ അധർമ്മമൊന്നുമില്ല. അങ്ങ് നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമാകും. നളൻ ദമയന്തിയോട് യാത്ര പറഞ്ഞ് ദേവന്മാരുടെ അരികിലെത്തി. നടന്ന എല്ലാ വിവരങ്ങളും അവരെ അറിയിച്ചു. അവൻ പറഞ്ഞു, അവൾ എന്നെ മാത്രമേ ഭരിക്കുകയുള്ളൂ എന്ന് തീർത്തു പറയുന്നു. ഞാൻ ഇനിയും എന്താണ് വേണ്ടത്? എല്ലാ ദേവേശന്മാരായ
എല്ലാം ദേവേശ്വരന്മാരായ ഭഗവാന്മാരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി ദമയന്തി സ്വയംവരം. ഭീമരാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഭൈമീകാമുകന്മാരായി എത്തിയ രാജാക്കന്മാരെല്ലാം സ്വയംവര ദിവസം വിവാഹമണ്ഡപത്തിൽ ആസനസ്ഥരായി. സർവാഭരണ വിഭൂഷിതയായി ചന്ദ്രമുഖിയായി ദമയന്തിയെ ഭീമരാജാവ് മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അവൾ മന്ദം മന്ദം വരണമാലയുമായി ഓരോ രാജാവിനെയും കടന്ന് നളന്റെ മുന്നിലെത്തി. അപ്പോൾ ഒരേ രൂപത്തിൽ 5 നളന്മാർ നിൽക്കുന്ന കാഴ്ച കണ്ട് അവൾ വിസ്മയിച്ചുപോയി. ഇതിൽ 4 ദേവന്മാരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നുവെങ്കിലും ദേവന്മാരുടെ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ആരിലും കാണാതിരുന്നതുകൊണ്ട് നളനെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ഒരു നിമിഷം കണ്ണടച്ചു എന്ന് പ്രാർത്ഥിച്ചു. ലോകപാലകന്മാരായ ദേവന്മാരെ, ഞാൻ നളനെ മനസ്സാ ഭരിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തന്നെ ഈ മാല അർപ്പിച്ച് അദ്ദേഹത്തെ ഭരിക്കുന്നതിന് നിങ്ങൾ ഈ അഗതിയെ അനുഗ്രഹിച്ചാലും. അവളുടെ പ്രാർത്ഥനയിൽ ദേവന്മാരുടെ മനസ്സലിഞ്ഞു. അവൾക്ക് നളനോടുള്ള അചഞ്ചലമായ പ്രേമത്തിലും അവളുടെ ദൃഢനിശ്ചയത്തിലും അവർ അവളെ അഭിനന്ദിച്ചു. അവർ അവരുടെ ഓരോരുത്തരുടെയും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. ഉടൻ തന്നെ നളനെ അവൾ തിരിച്ചറിഞ്ഞു. ദേവന്മാരുടെ സന്നിധിയിൽ വെച്ച് തന്നെ വരണമാല്യം നളന്റെ കഴുത്തിൽ അർപ്പിച്ചു. ദേവന്മാർ ആ ദമ്പതികളിൽ പ്രസാദിച്ചു. അവർ ഓരോരുത്തരും നളന് ഈ 2 വരങ്ങൾ നൽകി. യജ്ഞത്തിൽ പ്രത്യക്ഷമായ ദർശനവും മരണശേഷം സ്വർഗവുമാണ് ഇന്ദ്രൻ നൽകിയത്. തന്നെപ്പോലെ ശോഭിക്കുന്ന പുണ്യലോകം ലഭിക്കുമെന്നും ആവശ്യമുള്ളിടത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടു കൊള്ളാമെന്നുമായിരുന്നു അഗ്നി നൽകിയ വരങ്ങൾ. ഏറ്റവും രുചികരമായി ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള കഴിവും ശ്രേഷ്ഠമായ ധർമ്മം ആചരിക്കുന്നതിനുള്ള മനസ്സും ഉണ്ടായിരിക്കട്ടെ എന്നായിരുന്നു യമന്റെ വരദാനം. എപ്പോൾ തൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഞാൻ മുന്നിൽ എത്തിക്കൊള്ളാമെന്ന് ഉറപ്പുകൊടുത്തിട്ട് ഒരിക്കലും വാടാത്തൊരു പൂമാല നൽകി വരുണനും നളനെ അനുഗ്രഹിച്ചു. സ്വയംവരത്തിൽ പങ്കെടുത്ത രാജാക്കന്മാരെല്ലാം നിരാശരായി സ്ഥലം വിട്ടു. ദേവന്മാർ സ്വയംവരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വൈക്കി വെച്ച കലിയും സ്നേഹിതനായ ദ്വാപരനും കൂടി വരുന്നത് കണ്ടു. കശ്യപ പ്രജാപതിക്ക് മുനി എന്ന പത്നിയിൽ ജനിച്ച 15ാമത്തെ പുത്രനാണ് കലി. കലി ഒരു ദേവഗന്ധർവനായിരുന്നു. അവൻ പാപത്തിൻ്റെ ദേവനാണ്. എവിടേക്ക് പോകുന്നു എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ കലി പറഞ്ഞു, ദമയന്തി സ്വയംവരത്തിന് പോകുന്നു. എനിക്ക് ദമയന്തിയെ വേൽക്കണമെന്ന് അതിയായ മോഹമുണ്ട്. ഇന്ദ്രൻ ഇത് കേട്ട് ചിരിച്ചു. സ്വയംവരം കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ദമയന്തി നളനെ വരിച്ചു. ഇന്ദ്രൻ കലിയെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ കലിക്ക് കലി വന്നു. അവൻ പറഞ്ഞു, എന്ത്, നിങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അവൾ ഒരു മനുഷ്യനെ വരിച്ചു വന്നോ? അത് ദേവന്മാർക്ക് ആക്ഷേപമാണ്. അതിന് തക്ക ശിക്ഷ അവന് കൊടുക്കണം. ഞങ്ങളുടെ സമ്മതത്തോടെയാണ് ദമയന്തി ആ നരോത്തമനെ ഭരിച്ചത്. അവനെപ്പോലെ ധർമ്മിഷ്ഠനും സൽഗുണസമ്പന്നനും സത്യവാനുമായൊരു മനുഷ്യനില്ല. ഇന്ദ്രൻ ഇപ്രകാരം കലിയെ അറിയിച്ചിട്ട് ദേവന്മാരെല്ലാം സ്വർഗത്തിലേക്ക് പോയി. കലിക്ക് കോപം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, ഹേ ദ്വാപര, നമുക്ക് നളനെ രാജ്യഭ്രഷ്ടനാക്കണം. കലിയും ദ്വാപരനും കൂടി നിഷധ രാജ്യത്തിലെത്തി. നളനിൽ പ്രവേശിക്കാനുള്ള പഴുതൊന്നും കിട്ടാതെ ഉഴറി നടന്നു. നളനും ദമയന്തിയുമാകട്ടെ ഏതാനും നാളുകൾ വിദർഭയിൽ താമസിച്ച ശേഷം ഭീമരാജാവിൻ്റെ അനുജ്ഞയോടും ആശീർവാദത്തോടും കൂടി നിഷധ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ 12 വർഷക്കാലം അവർ ആനന്ദതുന്തിലരായി ജീവിച്ചു. അവർക്ക് 2 സന്തതികൾ ഉണ്ടായി. ഇനി നളൻ്റെ കലിബാധ എന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.